നമസ്കാരം. സിഗരറ്റ്, പാൻ മസാല പോലുള്ള പുകയില ഉത്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനുള്ള നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ. പുകയിലയിലേക്കും അതോടൊപ്പം തന്നെ പുകയില ഉത്പന്നങ്ങൾക്കും എക്സൈസ് ഡ്യൂട്ടിയും പാൻ മസാല നിർമ്മാണത്തിന് സെസ്സും ചുമത്താൻ സാധിക്കുന്ന 2 നിയമങ്ങൾ ലോക്സഭയിൽ എത്തിയിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ബഹളത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഇനം പുകയില ഉത്പന്നങ്ങൾക്കും നിലവിൽ GSTക്കൊപ്പം നഷ്ടപരിഹാര സെസ്സും ചുമത്തുന്നുണ്ട്. ഇതിന് പകരമായി എക്സൈസ് ഡ്യൂട്ടി ചുമത്താൻ സാധിക്കാത്തതാണ് കേന്ദ്ര എക്സൈസ് ഭേദഗതി ബിൽ 2025. പുകയില ഉത്പന്നങ്ങളുടെ എക്സൈസ് നികുതി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്നത് കൂടിയാണ് ബിൽ ഇപ്പോൾ ഉള്ളത്. പാൻ മസാല പോലുള്ള ഉത്പന്നങ്ങളുടെ നിർമ്മാണത്തിന് സെസ് ഈടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ദി നാഷണൽ സെക്യൂരിറ്റി സെസ് ബിൽ 2025. ഈ നിയമത്തിന് കീഴിൽ മറ്റേതെങ്കിലും ഉത്പന്നങ്ങൾക്ക് ലെവി ഈടാക്കാനാകുമോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പുകയില, പാൻ മസാല ഉത്പന്നങ്ങൾക്ക് 28% GSTയും വ്യത്യസ്ത നിരക്കുകളിൽ നഷ്ടപരിഹാര സെസ്സുമാണ് ഈടാക്കുന്നത്. നഷ്ടപരിഹാര സെസ്സിന്റെ കാലാവധി അവസാനിച്ചാൽ പുകയില ഉത്പന്നങ്ങൾക്ക് GSTക്കൊപ്പം എക്സൈസ് ഡ്യൂട്ടിയായിരിക്കും നൽകേണ്ടി വരിക. സെപ്റ്റംബറിൽ നടന്ന GST കൗൺസിൽ യോഗത്തിൽ പുകയില ഉത്പന്നങ്ങൾ ഒഴികെയുള്ളവയുടെ നഷ്ടപരിഹാര സെസ് ഒഴിവാക്കിയിരുന്നു. നിലവിൽ 2026 മാർച്ച് വരെയാണ് പുകയില ഉത്പന്നങ്ങൾക്ക് നഷ്ടപരിഹാര സെസ് ഈടാക്കാൻ കഴിയുന്നത്. പിന്നീട് നഷ്ടപരിഹാര സെസ് ഈടാക്കാൻ കഴിയില്ല. ഇത് സർക്കാരുകളുടെ വരുമാനത്തിലും കുറവുണ്ടാകും. അതിനാലാണ് എക്സൈസ് ഡ്യൂട്ടി ഈടാക്കാനുള്ള നിയമനിർമ്മാണം നടത്തുന്നത്. എന്നാൽ ഇവയുടെ വില കൂടാൻ സാധ്യതയില്ല. നിലവിൽ ഈടാക്കുന്ന നികുതിക്ക് തുല്യമായ തുക തന്നെയാകും. പുതിയ പേരിൽ അടുത്ത വർഷം 31 ശേഷവും ഈടാക്കുന്നത്. ഇതിലൂടെ സർക്കാരിന് വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. 2017 ജൂലൈ 1 GST നിലവിൽ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനാണ് 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചത്. ഇതിനായി കേന്ദ്ര സർക്കാർ എടുത്ത വായ്പ അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി നഷ്ടപരിഹാര സെസ് 2026 മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. ഇക്കൊല്ലം ഡിസംബറോടെ തന്നെ ഈ വായ്പ അടച്ചു തീരും. ഇതോടെ സെസ് ഡ്യൂട്ടി ഇനത്തിൽ പിരിക്കുന്ന തുക കേന്ദ്ര സർക്കാരിന് അധിക വരുമാന സാധ്യത ആണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ദേശീയ സുരക്ഷയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ തുക ചെലവഴിക്കുക. ഈ വരുമാനം സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാൻ വ്യവസ്ഥ ഇല്ല എന്ന് കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.